ومن أخلاقهم رضي الله تعالى عنهم മഹാരഥന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് മുഖാലതത്തുഹും അവർ കൂടിച്ചേരുക, കലരുക, ലിമൻ കാന അദുവൻ ലഹു ഫിസ്സിറി അവരോട് രഹസ്യമായി കൊണ്ട് ശത്രുത പുലർത്തുന്ന ആൾക്കാരുണ്ടാവും. ആ ശത്രുത പുലർത്തുന്ന ആളുകളോട് അവർ കൂടിക്കലരും, വിട്ടുനിൽക്കൂല. മഹബത്തുഹും ലാഹിറൻ പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന മഹാന്മാരെ അവൻ ഇഷ്ടവും വാദിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, രഹസ്യമായി ശത്രു, പരസ്യമായി സ്നേഹം. ഇങ്ങനെ പരസ്യ സ്നേഹത്തെ വാദിക്കുകയും രഹസ്യമായി ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്തരം ശത്രുക്കളോട് അവരെന്ത് ചെയ്യും? കൂടിക്കലരുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും. ഈഹാമുഹും അന്നഹദുഹും അവരിൽ ഒരാള് സിദ്ഖുഹു അവരെ എന്താക്കുന്നു, സദ്ദഖഹു അവനെ വാസ്തവമാക്കുന്നുണ്ട്, ഈ ദഅവാഹുൽ മഹബ്ബത ലഹു അവൻ എന്താണ് അവരെ ഇഷ്ടം വെക്കുന്നു എന്ന അവന്റെ വാദം. ആ വാദത്തെ അവരിൽ ഒരാള് അവനെ സത്യമാക്കുന്നുണ്ട് എന്നും എന്താണ് അവരെ തോന്നിപ്പിക്കും. ഇങ്ങനെ തോന്നിപ്പിക്കും വിധത്തെ വാദിക്കുകയും അവരുടെ രഹസ്യമായി ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ അവരോട് ഈ പറയുന്ന മഹാന്മാരൊക്കെ കൂടിച്ചേരുകയാണ് അവരുടെ ഈമാനിന്റെ സ്നേഹം കൊണ്ട്. വലം യൽഹഖ ലിമാ ഇൻദഹു മിൻ അൽമി സിദ്ഖി വലാ യുകذിബൂനഹു ഖത്തു ഫീ ദഅവാഹു അവന്റെ അടുത്ത് എന്താ ഉള്ളത്? ഇവരെ കുറിച്ച് സത്യമാക്കാതിരിക്കലാണ്. ഇവൻ അവരെ സത്യമാക്കുന്നില്ല എന്നുള്ള കാര്യം ചേരില്ല, അത് ചേർക്കൂല, അതവ മറച്ചു വെക്കും. വാസ്തവത്തിലോ അവന്റെ ഉള്ളില് ഈ മഹാന്മാരെ എതിർക്കലാണ്. ഒരിക്കലും ഇവൻ വാദിക്കുന്ന വാദത്തിൽ അവര് ഇവനെ കള്ളനായി കാണൂല്ല. ഈ രീതിയൊക്കെയാണ് ഇവരുടെ പെരുമാറ്റം. ഇങ്ങനെയുള്ള ആളുകളോടെ അവർ വെറുത്തു പോവുകയല്ല, അകലം പാലിക്കുകയല്ല, അവരെ കൂടെ കൂടുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യും. അവനോട് അടുപ്പത്തെ തേടിക്കഴിഞ്ഞാൽ ആ അടുക്കലിനെ തൊട്ട് ഒരിക്കലും എന്താവുകയില്ല, തടയുമില്ല. അപ്പൊ അടുപ്പം തേടും, ആയിക്കോട്ടെ എന്ന് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ അടുപ്പവൻ തേടുകയും ആ തേടലോടുകൂടി അവരടുപ്പം കിട്ടുകയും ഇത് അവനെ ശത്രുത കൂടുതലാക്കുകയും ഫിത്ന വലുതാക്കാനുമുള്ള ഒരു അവസരമായി അവൻ കാണുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയായിരിക്കും ഇവന്റെ അവസ്ഥ. പക്ഷെ എന്നിരുന്നാലും അവരാരും എന്താവുകയില്ല, ഇവനെ ഒഴിവാക്കൂല. ലാക്കിൻ യഹ്താജു ആദൽ മുഖാലിത്തുൽ അദുവി ഇലാ ഹിഫ്ദി ജബാരിഹി മിൻ സാഇൽ മുഖാലഫാത്തി. പക്ഷേ ഈ ശത്രുവുമായി കൂടിച്ചേരുന്ന ആളുകൾ അവന്റെ അവയവങ്ങൾ സൂക്ഷിക്കുക, പറ്റി എതിരാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് ഈ ശത്രുവുമായി കൂടിച്ചേരുന്ന ആൾക്ക് ആവശ്യമായിട്ട് വരും. ശത്രു ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ചിത്തനുണ്ടാക്കാനും പല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ശത്രുവിനോട് പെരുമാറുമ്പോൾ ഞാൻ ശത്രുത വെച്ചിട്ടും എന്നോട് അവൻ ശത്രുത ഇല്ലല്ലോ തോന്നിപ്പിക്കും വിധത്തിൽ പെരുമാറും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നൽ അദുവ റുബമാക്കാന ഖസ്ദു ബിൽ മുഖാലത്തി ഇത്ലാഹു അലാ ഔറത്തി അഖീഹി ലിയസിറ യഹ്ജു ബിദാലിക ബിൽ മജാലിസ് അയ്യാമ ളുഹൂരി അദാവത്തി ലഹു. ഈ ശത്രുവും ചിലപ്പോൾ എന്തായിരിക്കും എന്നറിയോ, അവരോടുകൂടെ കൂടിക്കലർന്ന് വരുമ്പോൾ ഈ ശത്രുവിന്റെ ഉദ്ദേശം തന്റെ സഹോദരന്റെ കൂടെ ഉണ്ട്, ഉള്ളിൽ രഹസ്യമായി ശത്രുത വെച്ച ആളെ മനസ്സിലായിരിക്കും. എന്റെ കൂടെ കൂടുന്ന ആളുകളുടെ പല നഗ്നതകളും എനിക്ക് വെളിപ്പെടാൻ കഴിയും. അങ്ങനെ വെച്ചിട്ട് സദസ്സുകളിൽ അവൻ വെളിവായി വരുന്ന ശത്രുത എന്ന് വെളിവാക്കണോ, ആ ശത്രുത അങ്ങ് വെളിവാകുന്ന ദിനത്തിൽ സദസ്സുകളിൽ വെച്ചിട്ട് അത്തരം നഗ്നതകൾ കൊണ്ട് ഈ മനുഷ്യനെ വളരെ മോശമായി പെരുമാറുവാൻ അവൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഇതായിരിക്കും ശത്രു. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആളുകൾ രഹസ്യമായിട്ടൊരു ശത്രുത മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഇവിടെ അവസാനം എന്തെങ്കിലും കാര്യം വന്ന് തെറ്റിപ്പിരിയും. ഇവിടെ അവസാനം പിന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സദസ്സിനെ വെച്ചിട്ട് വഷളയാക്കും, എല്ലാം വിളിച്ചു പറയും. അപ്പൊ അതാണ് അത്തരം വിളിച്ചു പറയുന്ന സന്ദർഭം ഇല്ലാതിരിക്കുവാൻ വേണ്ടി ശത്രുവാണെങ്കിലും അവരോട് പെരുമാറുമ്പോൾ പല രഹസ്യവും മറച്ചു വെക്കേണ്ടതുണ്ട്.
ഈ ഒരു രീതിയിലായിരുന്നു ഈ മഹാന്മാര് അവരോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. കമാഹുവ വാക്കും ഗസിറ, അധികം അങ്ങനെയല്ലേ കാണാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മനസ്സായി ജീവിച്ച ആളുകൾ നിമിഷ നേരം കൊണ്ട് തെറ്റിപ്പിരിയും. പിന്നെ കണ്ട് തുടങ്ങും വലിച്ചെഴുതാനും വിളിച്ചു പറയാനും കൂവാനും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറികളും സർവ്വ രഹസ്യവും പുറത്തു ചാടിച്ച് വഷളയാക്കും. അത് വരാൻ പാടില്ല. അപ്പൊ ശത്രുവുമായി കൊണ്ട് പെരുമാറുന്ന ഒരാളുണ്ടെങ്കിൽ വളരെ പേടിയോടുകൂടിയായിരിക്കണം ഈ ശത്രുവിനെ സൂക്ഷിക്കുക ചെയ്യേണ്ടത്. വലാ യുഖാലിത്തു ഇല്ലാമൻ യഅ്തഖിദു ഫീഹി സ്വദാഖത്തുൽ മുഹബ്ബത, ശത്രുവിൽ സംഘാതിത്വം അതുപോലെ സ്നേഹം എന്ന് ഉറപ്പ് വരണം. അങ്ങനെ ഉറപ്പ് വന്നെങ്കിൽ മാത്രം അത്തരം ആളുകളുമായിട്ട് കൂട്ടുകൂടാവും, അല്ലാതെ കൂട്ടുകൂടരുത്. ഫഇന്നൽ മുഅദബിൽ മിനൽ അദുവി ഔലാ ലികുല്ലി മൻ ലം യകുൻ ഇൻദഹു കമാലു സിയാസത്തിൻ വഗഫറതി ദീൻ. ദീൻ അധികമില്ലാത്തവരും പരിപൂർണ നിയന്ത്രണമില്ലാത്തവർക്കും നല്ലതെന്താണ്? ഇത്തരം ശത്രുക്കളെ തൊട്ട് അകലം പാലിക്കാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ അറിയോ, പരിപൂർണമായി ദീനും സഹകരിക്കുവാനും എല്ലാം നിരീക്ഷണിക്കുവാനും എതിർക്കുവാനും നേരിടാനും കരുത്തുള്ളവരാണെങ്കിൽ, ദീൻ ചുറ്റോടുകൂടി അധികം ജീവിക്കുന്നവരാണെങ്കിൽ അവർ ശത്രു പുച്ഛമാണ്. ഇതൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ശത്രുവുമായി വല്ലാതെ അടുക്കാൻ നോക്കേണ്ട അകലുകയാണ്. ഫഅലം ദാലിക്കായി പറഞ്ഞ വിഷയം നീ മനസ്സിലാക്കിക്കോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അങ്ങനെയാണ് ശത്രുക്കളുമായുള്ള സംഘാതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ശത്രുവിന് പോലും തോന്നും അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന്. ശത്രു ഇതിന് മുതലെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഈമാനും അതുപോലെ തന്നെ നല്ല സ്വാഭാവികമായ ആളുകൾ അതിന് മെനക്കെടാതെ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ശത്രുവിനെ കണ്ട് സ്നേഹിക്കും. ഇത് നല്ല സ്വഭാവമാണ്. ഇനി അവർക്കുള്ള മറ്റൊരു സ്വഭാവം ജനങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അതൊക്കെ ഒരു കാണും, തിന്മകളും മോശമായതുണ്ടെങ്കിൽ കണ്ണു ചിമ്പും. അതൊരു പറയാനോ ഏറ്റെടുക്കാറില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ, നല്ലതേ കാണുള്ളൂ. ഇന്നങ്ങനല്ലോ, നല്ലതൊക്കെ മറച്ചു വെച്ച് തെറ്റുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും, നല്ലതൊക്കെ മറച്ചു വെക്കും. നേരെ തിരിച്ചായിരുന്നു ഇവർ. എങ്ങനെ വെച്ചാൽ അത്താ ഇന്ന അഹദഹും ലാ യകാദു യറാവി അഖീഹിൽ മുസ്ലിമി ഐബൻ യഹുജു ബിഹി അബദാദ. തന്റെ മുസ്ലിം സഹോദരനിൽ മോശമായ വടക്കായ വല്ലവർ കാണുകയാണ് എങ്കിൽ അതെടുത്തുകൊണ്ട് ഒരിക്കലും അവനെ വഷളയാക്കുവാനോ ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അവർ ശ്രമിക്കാറില്ല. ആ നിലയിലാണ് അവർ ഐബുമായി അകലുക. വയസിറുന്നാസു കുല്ലുഹും ഇൻദഹു സ്വാലിഹീന. എന്നാൽ ജനങ്ങൾ മുഴുവനും ഇത്ര ആളുകളുടെ അടുത്ത് നോക്കുമ്പോൾ അവർക്ക് നല്ലവരായിരിക്കും. ഇത് അവന്റെ കാഴ്ചപ്പാട്. അപ്പൊ അവൻ അറിയും എന്ത്, അന്ന സ്വാലിഹീന ലാ യുആദൂന അദൻ ലിഹദ്ദിൻ നഫ്സി. സാലിഹീങ്ങളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും സ്വന്തം ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടി ഒരിക്കലും ഒരാളും ശത്രുത പുലർത്തുകയില്ല, തന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി. എന്നാ ജനങ്ങളോ അവരെല്ലാവരും ഇത്തരം ആളുകളോട് അസൂയ വെച്ചുകൊണ്ടും ശത്രുത പുലർത്തിക്കൊണ്ടുമായിരിക്കും ശത്രുത പുലർത്തുക, ശത്രുക്കളായിട്ട് പെരുമാറും. നല്ലവരങ്ങനല്ല. ഇന്ന സ്വാഹിബ ഹാദൽ മഖാമി യഖില്ലു നഫഉഹു ലിഅസ്ഹാബിഹി മിൻ ഹൈസു അദ്മിൻ നുസ്ഹി. പറയപ്പെടുകയാണ്. എന്താ പറയപ്പെടുന്നത്? ഇത്തരം സ്റ്റാൻഡേർഡിലെത്തിയതായിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഈ അസൂയും കുന്നാപ്പും വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, കുന്നായ്മ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് അവരുടെ കൂട്ടുകാർക്ക് ഉപകാരം വളരെ കുറവായിരിക്കും. ഒരു സതുപദേശം അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുൻകർ, വെറുക്കപ്പെട്ടതായിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഭയപ്പെടുത്തി അറിയിക്കണം, അതും ചെയ്യൂല. പിന്നെ സതുപദേശം അതും ചെയ്യൂല. ആ ഭാഗത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ തന്റെ കൂട്ടുകാർക്ക് ഗുണം വളരെ ഉപകാരമായിരിക്കും ഇത്തരം ആളുകളിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ കാലാകാലം തെറ്റുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവൻ അവസാനം ഉണ്ടാവുക. തെറ്റ് കണ്ടാൽ തടയണം, അത് ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. അതൊന്നുമില്ലെങ്കിൽ അത് ഒഴിവാക്കിയതിന്റെ കുറ്റം ഇവനായിരിക്കും. അങ്ങനെ അവനെന്താവെന്നറിയാമോ? കുറ്റം ചെയ്യുന്നവനായിരിക്കും.
ലിഅദ്മി ശുഹൂദിഹാ ഫീഹി വലാ യഹ്തദി ലിതഹദീരിഹി അൻഹ. അത്തരം തെറ്റുകുറ്റങ്ങളെ തൊട്ടവനെ ഭയപ്പെടുത്തുക എന്നതിലേക്ക് അവൻ ചേരൂല. എന്തുകൊണ്ട്? ലിഅദ്മി ശുഹൂദിഹാ ഫീഹി, അവരിൽ ഇത്തരം മോശമായിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവൻ അതിലേക്ക് തിരിയുമില്ല. കാരണം ഇത് ഹമലഹു അലൽ മഹാവിൽ ഹസന, നല്ലതായിരിക്കുന്ന ചിന്തകൾ മാത്രമേ അവൻ കാണുകയുള്ളൂ, തെറ്റായ കാര്യമൊന്നും അവൻ കാണുന്നില്ല. എല്ലാ നന്മകൾ മാത്രമേ പ്രേരിപ്പിച്ചിട്ടുള്ളൂ അവൻ. അപ്പൊ അതുകൊണ്ട് ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല, ഉപകാരമാറും ചെയ്തു കൊടുക്കുന്നില്ല, സതുപദേശങ്ങളില്ല, തെറ്റ് ചെയ്യുമ്പോൾ ഭയപ്പെടുത്തലുമില്ല. ഇങ്ങനെ വരികയാണ് എങ്കിൽ എന്തായിരിക്കും അതിനെ കുറിച്ച് പറയാനുള്ളത് ചോദ്യമാണ്. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ജനങ്ങളിൽ നിന്ന് നല്ലത് മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾ സതുപദേശം ചെയ്യാനോ തെറ്റുകൾ കാണുമ്പോൾ തിരുത്താനൊന്നും പോകൂല. അവസാനം ഈ ഉപദേശങ്ങളും മുൻകറാത്തി തടയിലും ഇയാൾ ഒഴിവാക്കിയ കുറ്റക്കാരനായി മാറും. അയാള് എന്താണ്, ജനങ്ങൾക്ക് കാണൊക്കെ നല്ലതേ കാണുന്നുള്ളൂ, വേണ്ടാത്തൊന്നും കാണുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഇയാളെ കുറിച്ച് എന്താ മറുപടി? അപ്പൊ മറുപടി അൽ ജവാബു, അതിന്റെ മറുപടി അന്നഹു യഹ്തദി ലിതഹദീരി ബിൽ ഇൽഖാമി സ്വഹീഹി ബിവാസിതത്തിൻ റാബത്തുഹു ബിഹി ഔ ബിഖിയാസി അലാ നഫ്സിഹി. സ്വന്തം നഫ്സിന്റെ മേൽ തുലനപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ശരിയായൊരു ഇൽഖാം അവന് കിട്ടും, അങ്ങനെ അത് മാധ്യമായിക്കൊണ്ടോ അവരെന്താവും ഈ പറയുന്ന സഹോദരനെ ഭയപ്പെടുത്തുക എന്ന കാര്യത്തിലേക്ക് അവൻ ശ്രദ്ധിക്കും. അപ്പോഴേ ചേരുള്ളൂ. കണ്ടതിനും കേട്ടതിനൊന്നും വരൂല. അവന്റെ മനസ്സിലേക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും, അപ്പോൾ ഉണർത്തും. യഖൂലു, അങ്ങനെ അവൻ പറയും. എന്ത് പറയും? കമാ അന്നി അർതഖുൽ മആസിയ മസലൻ, ഉദാഹരണമായി പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നവനെ പോലെ. വകദാലിക അഖി, അതേ പ്രകാരം എന്റെ സഹോദരൻ ഖദ് ലാ യഖ്ലു മിൻഹ, തെറ്റ് തൊട്ടവൻ ഒഴിവാകൂല. ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ്, അതുപോലെ എന്റെ കൂട്ടുകാരനും തെറ്റ് ചെയ്യും. ഫഇന്നമാ ജാദ ബിഹഖി ജാദ ബിഹഖി ഗൈരി, മനസ്സിലാക്കുകയാണെന്ന്, എന്റെ ഹക്കിൽ എന്റെ ബാധ്യതയിൽ വിട്ടുകടന്നവന്ന് മറ്റുള്ളവരുടെ ബാധ്യതയിലും വിട്ടുകടക്കുന്ന ഒന്നല്ലേ എന്നിങ്ങനെ ചിന്തിക്കും. ആ ചിന്തയിലൂടെയായിരിക്കും ഓരോ തഹദീർ ഉണ്ടാവുക. അപ്പൊ ഇത്തരം ആളുകൾക്ക് തഹദീറില്ല എന്ന് പറയാൻ പറ്റൂല. വമഅലൂമുൻ ഇൻദൽ ഖൗമി അന്ന ദിക്റഹും നഖായിസ ഇഖ്വാനിഹിം ലാ യകൂനു ഇല്ലാ ലാ വജ്ഹി തഹദീരി. പണ്ഡിതന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ സമുദായത്തിന്റെ മേൽ അറിയപ്പെട്ടതാണ് സമുദായത്തിന്റെ അടുക്കൽ എന്ത്, അവരൊക്കെ തന്റെ സഹോദരന്മാരുടെ ന്യൂനതകൾ എടുത്തു പറയുക, അത് വിളിച്ചു പറയുക എന്നുള്ളത്, അത് ഭയപ്പെടുത്തുക എന്ന വഴിയിലൂടെയല്ലാതെ പറയൂല. എടാ നീ അത് ചെയ്തു ഇത് ചെയ്തു എന്നിങ്ങനെ വിളിച്ചു പറയും. അതൊക്കെ എന്തിനാ? അവരെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അവരുടെ ശത്രുത പുലർത്താതെ, അവരുടെ ശത്രുക്കളായി പെരുമാറിക്കൊണ്ടല്ല പറയുന്നത്. പിന്നെന്താണ്? ഭയപ്പെടുത്തുക എന്ന നിലത്തിൽ തന്നെ പറയുന്നത്. ഇത്തരം തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ ചെയ്യുന്നത്, ആ ഒരു പ്രവൃത്തിയെ തൊട്ട് അവർ ഒഴിവാകണം. അങ്ങനെ ഒഴിവാവാൻ വേണ്ടി ഭയപ്പെടുത്തുക എന്ന വഴിയിലൂടെ തന്നെയാണ് അവർ ചെയ്യുന്ന തെറ്റ് വിളിച്ചു പറയാം. അല്ല ശത്രുദർശിന് പറയുന്നതല്ല. സമുദായത്തിന്റെ അടുക്കൽ പരിപൂർണനായ ഒരാളെ അബൽ ഉയൂൻ എന്ന് വിളിക്കും. അബൽ ഉയൂൻ, കണ്ണുകളുടെ പിതാവെന്നോ. അപ്പൊ വലിക്കുല്ലി ശൈഇൻ ഇൻദഹു ഐനുൻ യറാഹു, ഏതൊരു വസ്തുവും അവന്റെ അടുത്ത് കാണാൻ പറ്റുന്നൊരു കണ്ണുണ്ടാവും. അപ്പൊ എന്താവുമ്പോ യശ്ഹദു സലാമത അഖീഹി മിനൻ നഖായിസി, അങ്ങനെ വരുമ്പോൾ ന്യൂനതകളെ തൊട്ട് തന്റെ സഹോദരൻ രക്ഷപ്പെടുന്ന ആ വഴികൾക്ക് അവൻ സാക്ഷിയാകും. കാരണം അവന്റെ കണ്ണുകളുണ്ടാവും. ആ കണ്ണുകൾ കൊണ്ട് കണ്ടെത്തുന്ന എന്താണ്? നല്ലതേ കാണും. അപ്പൊ ന്യൂനതകളെല്ലാം രക്ഷപ്പെടുത്താൻ കഴിയും. ഏതുപോലെ ന്യൂനത ഏതുപോലെ ലോകമാന്യത, പ്രശസ്തി, കാപ്പറ്റ്യം, അതുപോലുള്ള സംഗതികളൊക്കെ എന്താണ്? തന്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് അവൻ എന്താക്കും? രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തും. വയത്താതിലോ, അവന് വേണ്ടി വല്ലാതെ നിരീക്ഷണം നടത്തും. ഏതുപോലെ രണ്ട് കണ്ണുണ്ട്, ഒരു കണ്ണുകൊണ്ട് ഇത് നിരീക്ഷിക്കും.
മറ്റൊരു കണ്ണുകൊണ്ട് സാങ്കല്പികമായോ പ്രാവർത്തികമായോ പല ന്യൂനതകളുമുള്ള തെറ്റിദ്ധരിച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിരീക്ഷിക്കുമല്ലോ. അവന്റെ പ്രവൃത്തി നോക്കും, അവൻ കാണാതെ നോക്കും മറ്റേ കണ്ണുകളെ കൊണ്ട്. മറ്റൊരു കണ്ണുകൊണ്ട് അത്തരം തെറ്റുകൾ തൊട്ട് ഇവനെ ഭയപ്പെടുത്തുകയും ചെയ്യും. ഇതായിരിക്കും അവർ ചെയ്യുക അല്ലാഹു അഅലം. അപ്പൊ ജനങ്ങൾ നന്മ കാണുന്ന ഒരാള് തഹദീർ നടത്തുന്നില്ല, അതുപോലെ തന്നെ നസീഹത്ത് നടത്തുന്നില്ല എന്ന് പറയണ്ട. നടത്തുന്നുണ്ട് അവരവരുടെ കണ്ണുകളെ കൊണ്ട് ഇവരെ നിരീക്ഷിക്കും. എന്നിട്ട് ആ സഹോദരൻ രക്ഷപ്പെടുത്താനുള്ള മാർഗമൊക്കെ ഒന്ന് നോക്കും. അങ്ങനെ രക്ഷപ്പെടുത്തി നല്ല വഴിക്ക് ഇങ്ങനെ കൊണ്ടുവരിക, അവർ ചെയ്ത തെറ്റുകളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഭയപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ മഹാന്മാരുടെ സ്വഭാവം ഉണ്ടായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഗുണം കാണാൻ വളരെ പ്രയാസ. തെറ്റുകൾ മാത്രം എണ്ണിയെടുത്ത് ഇങ്ങനെ വിളംബരം ചെയ്യും നമ്മൾ. അത് മോശമാണ്. നന്മകളെ കാണാമോ? തെറ്റുകൾ കണ്ടാൽ അത് തിരുത്തേണ്ടമായി തിരുത്തും ചെയ്യും. അതുപോലെ തന്നെ മഹാന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ത്? അള്ളാഹ്ക്ക് നല്ലോണം നന്ദി രേഖപ്പെടുത്തുക. എപ്പോഴും നന്ദി മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അവർക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകും, അവരോട് അസൂയ വെക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുമ്പോഴും ശുക്രനില്ല എന്നൊരു പറയും. എന്താ കാരണം? അസൂയ വെക്കുന്ന ആൾക്ക് നഷ്ടമാണ്. അല്ലാതെ ഇവർക്കൊന്നു വരാൻ ശത്രുത വെക്കുന്ന ആൾക്കും നഷ്ടമാണ്. പടച്ചവൻ ഞങ്ങൾക്ക് ശത്രുനെ തന്നു, പടച്ചവൻ ഞങ്ങൾക്ക് അസൂയാലികളെ തന്നു, അൽഹംദുലില്ലാ എന്നൊരു പറയും. പിന്നീട് അത്തരം ആളുകൾക്ക് വേണ്ടി മാപ്പിരക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ അധികരിപ്പിക്കും. നമ്മളോ നേർത്തിച്ച فيذكرون الله تعالى على تلك النعمة التي حسدهم الناس عليها ويستغفرونه عز وجل من حيث إنه لولا وجودهم ووجود النعمة التي عليهم ما وقع من في حسدهم المحرم. فيذكرون الله تعالى والله تعالى നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തിന്റെ മേൽ? على تلك النعمة التي حسدهم അന്നാസ്, ജനങ്ങളെല്ലാവരും അവരോട് അസൂയ വെക്കുവാനുണ്ടായ നിഅമത്ത് അല്ലാഹു ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ നിഅമത്തിന്റെ മേലാണ് ജനങ്ങളെല്ലാവരും അദ്ദേഹത്തോട് അസൂയ വെക്കുന്നത്. ആ അസൂയ വെക്കുന്നതിന്റെ മേൽ പടച്ചവനെ വിളിച്ചിട്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഞങ്ങൾക്ക് എത്ര നിഅമത്ത് തന്നു, ആ നിഅമത്ത് തന്നതിന്റെ മേലല്ലേ ഇവർ ശത്രുത വെച്ചത്, അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്നിട്ടോ വയസ്തഗ്ഫിറൂനഹു അസ്സ വജല്ല, ഇങ്ങനെ അസൂയ വെച്ച ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇവർ മാപ്പിരക്കും. ഏത് ഭാഗത്തിൽ കൂടെ? ഈ കണ്ട ജനങ്ങളില്ലായിരുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹവും ഈ ജനങ്ങളും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ടതായിരിക്കുന്ന ഈ അസൂയയിൽ അവരാരും സംഭവിക്കില്ല, അസൂയ വെക്കുമായിരുന്നില്ല. അപ്പൊ അസൂയ വെക്കാൻ കാരണമെന്താ? അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചു, നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് അള്ളാഹു തന്നെ നിഅമത്ത് തന്നു. അപ്പൊ അതിന്റെ മേൽ ജനങ്ങൾ എന്തായി? അസൂയ വെച്ചു. ഇത് നമുക്ക് ഗുണമായിട്ട് അവർ കാണുകയും എന്നിട്ടോ ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി മാപ്പിരക്കുകയും ചെയ്യും ഇവർ. ഇത് നല്ല സ്വഭാവമാണ്. നിഅമത്തിനെ നിർബന്ധമാക്കുക, അനുഗ്രഹത്തെ ലാസിമാക്കുക, പതിവാക്കുക എന്ന ഐശ്വര്യത്തിൽ കൂടെ ഇതൊരു വിനയമാണ്. ഈ വിനയം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് ഈ ഇസ്തിഗ്ഫാർ. ഇല്ലെങ്കിൽ ഉണ്ടാവൂല. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ നിഅമത്തി, അപ്പൊ നിഅമത്ത് ഉണ്ടാവുക എന്നുള്ളത് ലൈസ ബിയദി, അവർ കയ്യിലില്ല. അങ്ങനെ അപ്പൊ നിഅമത്ത് ഉണ്ടാവൽ അവരുടെ കൈകൊണ്ടല്ല, നിഅമത്തുകൾ തന്നുകൊണ്ടേയിരിക്കണം അല്ലാഹു തആല. ആ ഭാഗത്തിൽ കൂടെ ഒരു വിനയം കാണിച്ചുകൊണ്ട് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഇതാണ് ഉയർന്ന വലിയ വലിയ ആളുകളുടെ മാപ്പിരക്കൽ എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ലെന്നർത്ഥം. പ്രകാരം തന്നെയാണ് ഇവര് മാപ്പിരക്കുന്നുണ്ട്. ആർക്ക്? ലിമൻ യഹ്സുദുഹും, ഇവരോട് അസൂയ വെക്കുന്നവർക്ക്. അപ്പൊ ആദ്യം പറഞ്ഞതോ ഒരു അള്ളാഹിനോട് സ്വന്തം മാപ്പിരക്കും,
ഓല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് മാപ്പിരന്നിട്ട് പിന്നീട് ഇത്തരം ആളുകൾക്കും അവർ മാപ്പിരക്കുകയാണ് അസൂയ വെച്ച ആളുകൾക്ക്. ലഹും, അതുപോലെ തന്നെ റഹ്മത്തിഹിം ലഹു, ഈ അസൂയ വെച്ച ആളുകളോട് കരുണ കൂടുതൽ കാണിക്കും ഇവർ. വസബഖതിഹിം അലൈഹി, അതിന്റെ മേൽ എന്താകും, അവന്റെ മേൽ ഇവർ നല്ലോണം സ്നേഹിക്കുകയും കരുണ ചെയ്യുകയും മാപ്പിരക്കുകയും ചെയ്യും ഈ മഹാരഥന്മാർ. എന്തുകൊണ്ട് കൗരി അഖിലക ദീനഹു ബികഥറതി അസദിഹിലഹും, പടച്ചവനെ ഇവൻ ഞങ്ങളുടെ അസൂയ വെച്ചല്ലോ, ഈ അസൂയ കാരണമായി കൊണ്ട് അവന്റെ ദീൻ നശിപ്പിച്ചു പോയല്ലോ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അപ്പൊ യഖൂൽ വഅദുഹും, ഈ മഹാന്മാരിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, അല്ലാഹുമ്മ പടച്ചവനെ ഞങ്ങളുടെ അസൂയ വെച്ച ആളുകൾക്ക് ഇനി പുറത്തു കൊടുക്കണേ എന്ന് പറയും. വഇന്നഹും ലിമാ ഇൻദഹും മിൻ അള്ളയത്തി ലാ യഅ്തമിലു റഅയത്തിൻ നിഅമല്ലത്തി അലൈനാ ദൂനഹും. അവൻ അവരുടെ അടുക്കുള്ളതായിരിക്കുന്ന ഒന്ന് അതെന്തിനാലാണ്, കുടിസായ ഒന്നാണ്. അപ്പൊ ആ കുടിസായ മനസ്സവർക്കുണ്ട്. ആ മനസ്സുകൊണ്ട് ഞങ്ങളെ മേലിൽ അവർക്കില്ലാത്ത നിഅമത്ത് ഞങ്ങൾക്ക് തന്നല്ലോ, ഈ നിഅമത്ത് ഇങ്ങനെ കാണുമ്പോ അതവർക്ക് സഹിക്കൂല, പല മനസ്സാകേണ്ടെങ്കിൽ നിൽക്കുകയാണ്. നമുക്ക് കിട്ടിയതല്ലോ, എന്റെ പോൽക്ക് കൊടുത്തതിന്റെ മനസ്സാ, ഇതുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്ത റബ്ബെ പുറത്തു കൊടുക്കാന്ന് പറയും. വലവിത്തസായത്ത് നുഫൂസുകും, അങ്ങനെ അവരുടെ മനസ്സ് വിശാലമായി വരികയാണ് എങ്കിൽ, മനസ്സ് വിശാലത ഉണ്ടെങ്കിൽ ഞങ്ങളോട് അവർ അസൂയ വെക്കുമായിരുന്നില്ല. അസൂയ വെക്കാൻ കാരണം മനസ്സ് കുടിസായത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്വഭാവം ജനങ്ങളിൽ വളരെ തുച്ഛമായി ന്യൂനപക്ഷമായ ആളുകൾ മാത്രമേ ഈ സ്വഭാവക്കാരുണ്ടാവുകയുള്ളൂ. ബഹുഭൂരിഭാഗം അങ്ങനെയല്ല. എന്നാ ജനങ്ങളിൽ അധിക പേരും ബഹുഭൂരിഭാഗം എന്താ, അസൂയ വെച്ച ആൾക്ക് മോശം വരട്ടെ, നാശം വരട്ടെ എന്ന് കൊതിക്കുന്ന ആളുകളാണ്. ആ കൊതിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈമാന്റെ പവർ, മനസ്സിന്റെ വിശാലത, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, തെളിഞ്ഞ മനസ്സ്, അത്തരം ആളുകൾക്ക്, ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാപ്പിരക്കാനും അവരുടെ കരുണ കാണിക്കാനും കഴിയുള്ളൂ. അത് ബഹുഭൂരിഭാഗം ആളുകളില്ല, വളരെ കുറച്ചുള്ളൂ എന്നർത്ഥം. അവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് ഇത്തിസാബുല്ലി കുല്ലിമൻ സഅലഹും ഇൻദൽ അകാബിരി വല്ലുമറായി ഫി തഅസിറു ഇസ്ഖി. എന്താ പറഞ്ഞത്? ഇത്തിസാബും അവരുടേതായിരിക്കുന്ന ഇൻസാബ്, എന്താ അവർ തെളിഞ്ഞു നിൽക്കുക. ലികുല്ലിമൻ സഅലഹും, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ആളുകളോടും നല്ല ഒരു തെളിഞ്ഞ മനസ്സ്. ആളുടെ അടുത്ത് ഇൻദൽ അകാബിരി വല്ലുമറായി, മന്ത്രിമാർ, അതുപോലെ രാജാക്കന്മാർ, ഇവരുടെയൊക്കെ അടുത്ത് വളരെ ഇവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുണ്ട്. എന്ത് കാര്യത്തിൽ? അവന്റെ ഭക്ഷണം കരസ്ഥമാക്കുന്ന വിഷയത്തിൽ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ? ഹവാലി, അല്ലെങ്കിൽ ഹാലുകൾ, സ്വന്തം അവസ്ഥകൾ നേടിയെടുക്കുക. ഔഹദിയത്തിവനാലിക്ക, അല്ലെങ്കിൽ അതുപോലത്തതോ സന്മ, അവനെന്താണ് ഹദിയ കൊടുക്കലോ. ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ആ നേടിയെടുക്കുന്ന കാരണത്തിന് വേണ്ടിയിട്ട് ഉന്നതന്മാരുടെ അടുത്തും ഭരണാധികാരികളുടെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടും. അത്തരം ആളുകളോട് ഈ മഹാന്മാരൊക്കെ നല്ല തെളിഞ്ഞ മനസ്സാ ഉണ്ടാവുക. അങ്ങനെ അവർ അഭിപ്രായപ്പെടും, അവർ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, അവർ അഭിപ്രായപ്പെടുന്നതിന്റെ കണക്ക് പ്രകാരം 4/1 പകുതി വെച്ചിട്ട് ഇത്തരം ആളുകൾക്ക് ഈ മഹാന്മാർ ഓഹരി ചെയ്യും. അല്ലാതെ മഹാന്മാർ ഒറ്റക്ക് എടുക്കൂല. അപ്പോ ഈ വസഫ അഹദുഹും ബിസ്സലാഹി വസ്സുഹദി വൽവറായി, അതപ്പോഴാ സൂക്ഷ്മത, പ്രപഞ്ചത്യാഗം, നന്മ എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ട് ഇവരിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഗുണമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ അവര് കൊടുക്കും. അവർക്ക് എന്താണോ അവർ കൊടുത്തത് അത് കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇത് ഒരു ഇൽത്തിബാസാക്കുന്ന വഴിയും അതുപോലെ ഒരു
മുൻനിരയിൽ നാട്ടിവെക്കുന്ന ഒരു പോപ്പുണ്ട്, അതിൽപ്പെട്ടതാണ്. ഇതൊക്കെ മനസ്സിനെ സ്വീപ്പാക്കാനും ബാലൊരു പരിപാടി നടത്തുന്ന പരിപാടി ഉണ്ടങ്ങനെ, ആ പരിപാടിയിലാണ്. അപ്പൊ എന്താ പറഞ്ഞത് പോലെ എംബയിൽ ഷെയ്ഖി, അപ്പൊ ഒരു ഷെയ്ഖിന് യോജിച്ചതല്ല അതിന്റെ മേലില് ആഗ്രഹിക്കൽ ഇമാ ഒന്നുകൊണ്ട് എത്തുലുമുഖമിന്താലിക്ക അതീന്ന് എന്താണോ അവൻ തേടുന്നതെങ്കിൽ അത് കിട്ടിയാൽ തെറുക്കളില്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കൊതിയും ആഗ്രഹം ആർക്കും പാടില്ല, ഷെയ്ഖിന് പാടില്ല. അവർക്ക് വേണ്ടി വന്ന് അധ്വാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇസ്ലാമ് നടത്തും, തെൽബീസ് നടത്തും. അപ്പൊ അവർ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താവുക, ഇഷ്ടപ്പെട്ട് വാങ്ങണി വാങ്ങാം, അല്ലാതെ ചെയ്യാൻ പാടില്ല, ഒതുക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ നിശ്ചയിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾ അധ്വാനത്തിൽ എണ്ണുന്ന സംഗതിയാണ് ഇത്. അപ്പൊ ഏറ്റവും നല്ലത് എന്താവല്ലോ ഷെയ്ഖിന് നല്ലത് സറായിയായ വല്ല മാർഗം ഉണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെ മാത്രമേ അയാൾക്കുള്ള വീതം വാങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ വാങ്ങരുത് ഷെയ്ഖ്, എല്ലാം കൊതിച്ച് നിൽക്കാൻ പാടില്ല എന്നാണ്. വഖദ് കസുറൻ നസ്ബു യഹ്രി ആദ സമാൻ, ഈ കാലഘട്ടത്തിലൊക്കെ എന്തായിരിക്കും ഇഷ്ടം പോലെ ഇങ്ങനെ സേവനങ്ങൾ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഷെയ്ഖന്മാർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ മസാര അഹദുഹും യൂഖിഫുൻ നഖീബ മസറൻ ഇതല്ല പറയാതെ, അല്ലെങ്കിൽ ആ മഷായിൽ അറബി ഷെയ്ഖന്മാരടുത്തോ ഭരണാധിപന്മാരടുത്തോ ഇത്തരം ആൾക്കാരെ കൊണ്ടേ നാട്ടി വെക്കും. ഒരു നഖീബായിട്ട് പറഞ്ഞിട്ടും മനസ്സ് തെളിഞ്ഞ ആളാന്നൊക്കെ പറഞ്ഞു കളഞ്ഞിട്ട് വരും. മുമ്പ് ഇത് അത്താബി അഖ്തസ്മി, എന്നിട്ട് അയാൾക്ക് വല്ല കൊടുത്താൽ അത് അയാൾ കൊണ്ട് മാത്രം പ്രത്യേകമാക്കി എടുക്കും. എന്നിട്ട് വല എഴുത്തിൻ നസീബല്ലതി നസിബ വത്തായിബ ഷെയ്ആൻ, അയാൾക്ക് വേണ്ടിയിട്ട് എന്താ വളരെ നസബ വത്തായിബ വളരെ പ്രയാസപ്പെടുത്തുകയും വളരെ ഷെയ്ഖിനെ കൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഇതാ ഷെയ്ഖാണ് മറ്റേതാ അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വാങ്ങിക്കൂട്ടിട്ട് ഷെയ്ഖിന് അർഹതപ്പെട്ട കൊടുക്കുവോ, അത് കൊടുക്കൂല, ഒന്നും കൊടുക്കൂലതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. അതാലിക്കായി മുന്നാളേക്ക് ഇതും വല്ലാത്തൊരു മോശമായ പരിപാടിയാണ്. ഇതിന് പാടുണ്ട് ഷെയ്ഖന്മാരെ കൊണ്ട് നാട്ടി വെച്ചുകാണ്ട് ഭരണാധിപന്മാരോടും എല്ലാവരും ചെന്നിട്ട് ഇയാൾ നല്ലതാട്ടോ അങ്ങനെ എങ്ങനെ പറയും. എന്നിട്ട് അയാൾക്ക് കിട്ടേണ്ടതൊക്കെ ഇയാൾ വാങ്ങി വെച്ചിട്ട് കൊടുക്കാൻ നിൽക്കുക, അത് പറ്റൂല. ചില ആൾക്കാരെ കണ്ടു റഫ ഷെയ്ഖ ഇലൽ ഹാക്കിം, ഒരു ഭരണാധിപന്റെ അടുത്തിട്ട് ഒരു ഷെയ്ഖിനെ കൊണ്ട് ഉയർത്തി കാണിച്ചു കൊടുത്തു. അങ്ങനത്തിന് പറയാണ് ഇയാൾ വലിയ പണ്ഡിതനാണ്, വലിയ വലിയ മഹാനാന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുത്തു. അത്താകാല ഖാലി ജമാഅത്തുൽ ഷെയ്ഖ്. അങ്ങനെ എനിക്ക് ഖാലിയും സംഘവും ഈ ഷെയ്ഖിനോട് ചോദിച്ചാണ്, ഇന്നക്കയ്യാ റജുലുൻ തമ്മാഉൻ അലീം, മനുഷ്യ താങ്കൾ വല്ലാതെ കൊതിക്കുന്ന ആളാണ്, എന്തൊക്കെയോ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കുറെ അഭിനയിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയ്ഖന്മാരെന്ത് വല്ലാത്ത മനുഷ്യന്മാരില്ല, ഇവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനത്തെ വലിയ മനുഷ്യണ്ടാവുള്ളൂ. ഷെയ്ഖന്മാരെ പേരും പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ഗയാഹി, അതുകൊണ്ട് എന്റെ സഹോദര നിന്നെ സൂക്ഷിച്ചു. മുൻകഴിഞ്ഞു പോയതായ കാലഘട്ടത്തിൽ ഷെയ്ഖന്മാരെ കൂട്ടത്തിൽ നീ ആവല്ലേ. അന്നം കാനു ഗദാലിക്ക, അവരൊക്കെ എങ്ങനെയായിരുന്നു, അങ്ങനെ എന്നിട്ട് ആ ഷെയ്ഖന്മാരെ കുറിച്ച് മോശമായി കാണും. ബൽ കാനു അലാ ജാനിബിൻ അലീമിൻ സുഹദി വൽ വറ, അവരൊക്കെ പ്രപഞ്ചത്യാഗികളും അതുപോലെ തന്നെ അവർ നല്ല സൂക്ഷ്മതയുമുള്ള ആളുകളായിരുന്നു. അല്ലാതെ അവരൊന്നും എന്തല്ല തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, ഷെയ്ഖന്മാരെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്. ഫഅൻദാലികയാഹി, ഈ കാര്യം ശരിക്കറിഞ്ഞെന്റെ സഹോദര, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഇത്തരം ആളുകളൊന്നും ഒരു വെറുപ്പ് കാണിക്കാറൊന്നും ഇവരുണ്ടാവില്ല. അമലുഹും ബിസുന്നത്തി ഇദാ ഖതബു ഇംറഅതൻ, സുന്നത്ത് കൊണ്ട് പ്രവർത്തിക്കും. എപ്പോ ഇദാ ഖതബു ഇംറഅതൻ, ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തിയാൽ ഇവരൊക്കെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഫയറൂന മിൻഹ അൽ വജ്ഹ വൽ കഫൈനി, അന്യ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ കാണാൻ പോകുന്ന ആളിന് കാണാൻ പറ്റുക മുഖം രണ്ട് മുങ്കയ്യ, വേറൊരു ഭാഗം കാണാൻ പറ്റും, അത് കാണും, അത് സുന്നത്താണെന്ന്. കാലഭാഗത്തും ചില പണ്ഡിതര് പറയുന്നു യക്കൂറുദാലിക്കാബി വൈരി ഷെഹ്വ, അങ്ങനെ കാണാൻ തന്നെ പറ്റുന്ന എപ്പോഴാ പരസ്പരം അങ്ങോട്ട് വികാരം ഉണ്ടാകാൻ പാടില്ല.
കാണുമ്പോ ഇങ്ങനെ മോശമായ പരിപാടി ഉണ്ടാകാറില്ല, കാണാൻ പറ്റൂല. കാരണം നിക്കാഹ് ആലോചന നടത്തിയിട്ടുള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, കാണാൻ പോയി. കാണാൻ പോകുമ്പോ തന്നെ വേണ്ടാത്ത പെണ്ണുങ്ങളുടെ സന്ദർഭമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് വികാരം ഉണ്ടെങ്കിൽ കാണാൻ പോകണ്ട, അല്ലെങ്കിൽ കണ്ടാൽ മതി എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ വലാക്കിന്റെ ജുംഹൂറ അനാഖിലാഫി അങ്ങനെയല്ല, വികാരം ഉണ്ടോ അല്ല എന്നല്ല. ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇവന് മുഖവും രണ്ടും മുൻകൈ കാണാം, അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിന് ശാരീരവും അതിരി അങ്ങനെ നോക്കാമെന്ന് ഇസ്ലാമിക നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലൽ ഹയാൽ, ഒരാളും എന്ത് പറഞ്ഞിട്ടില്ല അത് നാണമാണ് എന്നൊരു കാരണം പറഞ്ഞിട്ടില്ല. അപ്പൊ കാണാം. ഫൈനവി തെറുക്കിനെതിര് നോട്ടം എന്താണ് ഉപേക്ഷിച്ചു നോക്കുക. കാണാൻ പെണ്ണെട്ടി, ആരോ പറഞ്ഞു അതേമാതിരി പെണ്ണെട്ടി കൊടുത്തു, അങ്ങനെ പെണ്ണെ കാണാൻ പോയില്ല. എന്നാൽ മഫാസിദ, ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മോശങ്ങളും ഫസാദും അതിലുണ്ടാവും. പിന്നെ ഹുസൂന സുറൂർ, ഒരുപാട് എന്തുണ്ടാകും, പിന്നെ നാശങ്ങൾ വരും. ഇതാരം ഇജ്ബുഹു, ഭർത്താവിന് ആ പെണ്ണ് പുതുമയായൊരു പെണ്ണല്ലെങ്കിൽ പല അപകടം വരും. അപ്പൊ അതുകൊണ്ട് കാണണം. അങ്ങനെ കാണുകയാണെങ്കിൽ തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കാണാവൂ. തുമ്പ ഇതാഹുൽ മഖ്തൂബത്ത, കല്യാണ ആലോചന നടത്തപ്പെടുന്ന പെണ്ണിനെ, സ്ത്രീയെ ഇവരിൽ ആരെയും കാണുകയാണെങ്കിൽ ലാ യറാ മിൻഹ ഇല്ലാ ബിഖദ്രി ഹാജതി, ആവശ്യാനുസരണത്തിന് മാത്രം കാണാൻ പറ്റുന്നത് അത് മാത്രമേ കാണുകയുള്ളൂ. അവർ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ പെണ്ണിന് അഴകുണ്ടെന്ന് അറിയാൻ കഴിയും. പെണ്ണിനെ രണ്ട് മുൻകൈ നോക്കിയാൽ ആ പെണ്ണിന് രക്തമുണ്ടോ രക്തമില്ലേ രോഗിയാണെന്ന് അറിയാൻ കഴിയും. ഇതിനാണ് നോക്കാൻ വെച്ചത്. ഫൈൻ അലിമ മിൻ നഫ്സിയ, അപ്പൊ കാണാൻ പോകുന്ന ഒരാള് ഞാൻ ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ വേണ്ടാത്തൊന്ന് എന്നിൽ ഉണ്ടാകും എന്ന് അറിയുകയാണെങ്കിലോ, എന്നാ പിന്നെ ദൂര അതിരുൽ മഅ്ദൂനി ഫീഹി, എന്നാ പിന്നെ എന്ത് ചെയ്യണം, അവന് അനുവദിച്ചൊരു കണക്കുണ്ട്, ആ കണക്കിന് താഴെ നോക്കാവൂ, അതിന് മേലെ നോക്കാൻ പാടില്ല. എന്നിട്ട് പോയി ഫബിദു അംറുഹു ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് അവന്റെ കാര്യം അവന് ഏൽപ്പിക്കുകയും വേണം. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറയുമ്പോൾ ഒരു പെണ്ണ്, ആ പെണ്ണുമായി നല്ല ഉറപ്പുള്ളൊരു പെണ്ണാണ്, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് ഇവൻ സമ്മതം ചോദിക്കണം. ലഹു, ഇവന് വേണ്ടി ആ പെണ്ണ് ഇവളെ നോക്കും. എന്തൊരു പെണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാ പോയി കാണാൻ, അത് ചേരുണ്ടോ ചെറുക്കുണ്ടോ എങ്ങനെ പോയി അന്വേഷിക്കോ എന്നൊരു ബ്രോക്കർ രൂപത്തിൽ, ബ്രോക്കറല്ല, ഒരു പെണ്ണിനെ പറഞ്ഞയക്കാം. ഹുക്കുമിൻ നിയാബത്തി, ഞാൻ കാണേണ്ടതിന് പകരം എന്റെ പെങ്ങൾ കാണുക അല്ലെങ്കിൽ എന്റെ ഉമ്മ കാണുക, ശരിക്കാണല്ലേ നോക്കിച്ച ഈ രൂപത്തിൽ പറഞ്ഞ് സമ്മതം കൊടുത്തു വിടാം. അപ്പോ വിളിമ അറിയപ്പെട്ടുപോയി. എന്നറിയപ്പെട്ടുപോയി അന്നമൻ തറക്കൻ നദറ, ആരെങ്കിലും നോട്ടം ഉപേക്ഷിച്ചാൽ, എന്നിട്ട് വത്ത അല്ലലവിൽ ഹയായ്, നാണമാണ് ഇച്ച് മടിയാണ് എന്നാരെങ്കിലും പറയും ചെയ്ത് നോക്കണില്ല എങ്കിൽ പോഹുവ ജാഹിലും ബി സുന്നത്തി, അവൻ ഇസ്ലാമിക സുന്നത്ത് കൊണ്ട് അറിയാത്തവനാണ്. ജാഹിത്തമൾ, അവന്റെ പ്രകൃതി മോശമാണ്. കാരണം അവന് നാണമാണ് എന്ന് പറഞ്ഞ ഒരു നാണമുണ്ടല്ലോ, അത് പ്രകൃതിയാണൊരു നാണമാണ്, സറയ്യല്ല. സറയിലാ നാണം വേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയൊക്കെയായിരുന്നു ശറഈന്റെ വീക്ഷണത്തിൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ മഹാന്മാരുടെ സ്വഭാവം അതായിരിക്കും. എല്ലാ മേഖലയിലും അവർക്ക് പ്രവേശനം വേണമല്ലോ, ഇസ്ലാമിക നിയമം. ഒമിൻ അഖ്ലാഖിൻ റളിയല്ലാഹു തആല അൻഹും, അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവം കസ്റത്തു അദ്ബിഹിം മഅ മൻ അല്ലമഹും സൂറത്തൻ ഔ ആയത്തൻ മിനൽ ഖുർആനി വഹും അത്ഫാൽ, കുട്ടികളാകുന്ന കാലഘട്ടത്തിൽ അവർക്ക് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയോ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്ത ഉസ്താമാരെ കാണും. അങ്ങനെ പഠിപ്പിച്ച ഉസ്താമാരെ കാണുമ്പോൾ അതോടുകൂടെ നല്ലൊരു മര്യാദ അവർക്ക് നല്ല ഉണ്ടാകും. ഇത് നേരെ തിരിച്ചല്ലേ, ഇന്ന് കുട്ടികളെ ബഹുമാനിക്കേണ്ട കാലത്തെ ഉസ്താമാര് നിൽക്കുന്നത്, മക്കളെ ബഹുമാനിക്കേണ്ടിടത്തോളം മാതാപിതാക്കൾ നിൽക്കുന്നു. കാലം തിരിഞ്ഞു വന്നു. അങ്ങനല്ലായിരുന്നു. പലം യദൽ അഹദും അദ്ദമും, അതിൽ ഓരോരുത്തരും മര്യാദ ഉള്ളവരായിക്കൊണ്ടിരിക്കും. അല്ലമഹു സൂറത്താവിൽ ആയത്ത അവിൽ ബാബ ബിനൽ ഇൽമി, വിജ്ഞാനത്തിന്റെ ഒരു അധ്യായത്തെയോ ആയത്തിനെയോ സൂറത്തിനെയോ പഠിപ്പിച്ചു കൊടുത്തൊരു ഗുരുനാഥനുണ്ടെങ്കിൽ അവരോടുകൂടെ നല്ല അടുക്കും ചിട്ടയും മര്യാദയൊക്കെ ഉണ്ടായിരുന്നു. അത്താ എത്രത്തോളം വെച്ചാൽ യമുറു അലിഹി റാക്കിബൻ, ഉസ്താദ് പോകുമ്പോ ഉസ്താദിന്റെ അരികിൽ കൂടെ എന്താണ് വാഹനം കയറി പോകാൻ കഴിയൂലെന്ന. ഇന്നോ ഉസ്താദ് ഇതാ പോ അസ്സലാമു അലൈക്കും ഒറ്റ വായിപ്പിക്കലാ. ഉസ്താദ് മാളി കയറി നോക്ക് എന്തേലേക്കോ ഒരു ഉസ്താദും ഇല്ല, ഒരു ആപ്പിയില്ല, അമ്മിയില്ല, വണ്ടി വിട്ട് പറക്കന്നെ വീണ്ടും കൂടെ.
വലായത്തസവ്വജുലഹു മുതല്ലഖത്തൻ. അതുപോലെ തന്നെ ത്വലാഖ് ചെല്ലപ്പെട്ടൊരു പെണ്ണുണ്ടെങ്കിൽ അത്തരം ഒരു പെണ്ണുങ്ങളെ എന്ത് ചെയ്യൂല, ഈ മഹാന്മാർക്കൊണ്ട് കെട്ടിച്ചൂല്ല. ഇങ്ങനെയൊക്കെയായിരുന്നു അവര്. വലൗ സ്വാറ ബി മശാഹിൽ ഇസ്ലാം, അവര് എന്താണ് മശാഹിൽ ഇസ്ലാമിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും ഉസ്താദുമാരെ കാണുമ്പോൾ അവർ ആദരിക്കുന്നു. വലിയ ഉയർന്ന പദവിയിലെത്തി, എന്നിരുന്നാലും എന്റെ ഉസ്താദാണ് വരുന്നത്. അപ്പൊ ആ ഉസ്താദിനോട് വലിയൊരു ആദരവുണ്ടായിരുന്നു അവർക്ക്. അല്ലെങ്കിൽ അവരുടെ ത്വരീക്കിൽ വലിയ ഉയർന്ന പദവിയിലെത്തി, എന്നാലും വേണ്ടില്ല ഒരു ഉസ്താദിനെ ആദരിക്കും. വീണ്ടും പറയട്ടെ, ഇൽമ പഠിപ്പിച്ചു തന്ന ഗുരുനാഥനോടുകൂടെ ഇവർക്കുള്ള മര്യാദ പലതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇഫ്തിഖാദു ബിൽ ഹദായ വൽ കസ്വതി ലഹു ലിഇയാലിഹി. ദാനധർമ്മങ്ങള് വസ്ത്രമൊക്കെ ഉസ്താദിനും കുട്ടികൾക്കും കൊണ്ടേ കൊടുക്കുക, അതുപോലെ ചെയ്യും. അവൻ യലൂദ് ബിഹി ഇക്റാമല്ലഹു, അതോടുകൂടി ഈ ഉസ്താദിനോട് സഹായം തേടി ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കും കൊണ്ടേ കൊടുക്കും. എന്തിന്? ഉസ്താദിനെ ആദരിച്ചിട്ട് എന്നാ. അങ്ങനെ ആ കുടുംബത്തിനും കുട്ടികൾക്കും മക്കൾക്കും കൊടുത്തിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്ടൊക്കെ എല്ലാം തലകുത്തനെ മറിഞ്ഞുപോയി. ഇന്ന് മഹാന്മാർ അങ്ങനെയല്ല, ഉയർന്ന പദവിയിലെത്തിയിട്ട് പോലും അവർ ഉസ്താദുമാരെ ആദരിക്കുക സ്വാഭാവികം. അവർക്കത് ചിട്ടയായിരുന്നു, മട്ടമായിരുന്നു. അത് തന്നെയാണ് വേണ്ടത്. അതാണല്ലോ ഉയർച്ചയുടെ പടവ്. ഉയർച്ചയുടെ പടവുകൾ കയറണമെങ്കിൽ ഇതാണ്, സംസ്കാരം വേണം. ആ സംസ്കാരം എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയോ അത് തകർന്നടിഞ്ഞ് മനുഷ്യന്റെ സംസ്കാരം മുഴുവനും.